എമ്മിന്റെ അവസാന രാജ്യസഭാ MP എന്ന ദുര്യോഗവും പേറി ഡബിൾ റഹീം രാജ്യസഭ കാലാവധി തികയുന്നതോടെ ഇന്ത്യൻ ഭരണ സംവിധാനത്തിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അഥവാ പാർലമെന്റിന്റെ അപ്പർ ഹൗസായ രാജ്യസഭ ഇനി CPM-ന് അപ്രാപ്യം. യൂണിഫോം സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, പാർലമെന്റ് മണ്ഡലം പുനർനിർണയം തുടങ്ങി ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ഒന്നൊന്നായി രാജ്യസഭയിൽ എത്തുമ്പോൾ അഭിപ്രായം പറയാൻ പോലും കഴിയാത്ത നിസ്സഹായാവസ്ഥ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയാത്ത സ്ഥിതി. കാരണം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കാൻ MLA-മാരില്ല. 34 വർഷം ബംഗാൾ ഭരിച്ച CPM-ന് ഇന്ന് 294 അംഗ നിയമസഭയിൽ ഒരു MLA ആണുള്ളത്. 35 വർഷം ഭരിച്ച ത്രിപുരയിൽ നിന്നും ജനം CPM-നെ ഒഴിവാക്കി. സത്യാനന്തര കാലത്ത് കേരളത്തിൽ 28 MLA-മാർ മാത്രം. ഒരു കാലത്ത് പാർലമെന്റിലെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ അത്രമാത്രം വെറുത്തു കഴിഞ്ഞു. ഇനി കേരള CPM-ന് ലോക്സഭയിൽ ശേഷിക്കുന്ന ഒരു തരി കനലായ രാധാകൃഷ്ണന്റെ ബപ്പ സാന്നിധ്യം മാത്രം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് CPM-നെ ജനം പുറത്താക്കി BJP-യെ ഭരണത്തിലെത്തി. പാർട്ടി ഗ്രാമങ്ങളായിരുന്ന ത്രിപുരയും പയ്യന്നൂരും തളിപ്പുറമും വരെ തോറ്റുമ്പി. സൈലന്റ് വാലിയിലെ സിംഹവാലൻ പൂർവികന്മാർ ഇവരെക്കാളേറെയുണ്ട്. കൂലങ്കഷമായ താത്വിക അവലോകനാന്തരം കാരണഭൂതത്തിനെ ഉന്മൂലന സിദ്ധാന്തത്തിലൂടെ ഭരണത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ ഒത്താശ ചെയ്ത വ്യക്തിയെ കണ്ടുപിടിക്കാമോ?